ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മയൂരീസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായ ഒരു ഹെയർ ബോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നത്തെ പോലെ സാറ്റിൻ റിബൺ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന ഫ്ലവേഴ്സിൻ്റെയൊക്കെ പെറ്റൽസ് ഏകദേശം ഒറ്റ പാറ്റേൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണിത്. അപ്പോൾ ഈ സെയിം പാറ്റേൺ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പല ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2x2 സെൻറ്റിമീറ്ററിലുള്ള സ്ക്വയർ പീസിലാണ് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പീസിൻ്റെ 4 കോർണേഴ്സും ഇതേപോലെ ചെറുതായിട്ടൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഷേപ്പ് ഒന്നും വേണ്ട. അതിനുശേഷം ഈ ഷൈനിങ് പോർഷൻ അകത്ത് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇൻസൈഡ് വരണം നമ്മുടെ ഷൈനിങ് പോർഷൻ. എന്നിട്ട് വേണം നമുക്ക് ഇതേപോലെ അതിൻ്റെ താഴെയായിട്ട് ഒരു ക്യാൻഡിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇതേപോലെ ഒരു ലൈറ്റർ വെച്ചിട്ട് എല്ലാ പോർഷൻസും ഒന്ന് ഒരുക്കിയെടുക്കാം. അപ്പം എന്താ ഈ ഒരു പെറ്റൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിപ്പോൾ ചെറിയൊരു പെറ്റൽ ഷേപ്പാണ്. അപ്പം നമുക്ക് വലുത് വേണമെങ്കിൽ, അതായത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 4x4 രണ്ട് സൈഡ് ഒരേപോലത്തെ സൈസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ എല്ലാ പെറ്റൽസും റെഡിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിക്കുന്ന ഫ്ലവേഴ്സിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷൈനിങ് പോർഷൻ അകത്ത് വരുന്ന രീതിയിൽ നമുക്ക് ഇതേപോലെ അതിൻ്റെ താഴെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു 5 പെറ്റൽസ് ആണ് ഞാൻ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഇത് നിരത്തി ഇതേപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാ ഇതേപോലെ കണ്ടില്ലേ. അതിനുശേഷം നമുക്ക് നോക്കാം 6 പെറ്റൽസോ അല്ലെങ്കിൽ 5 പെറ്റൽസോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് അല്ലികൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലത്തെ ട്വൈനിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് ബീഡ്സ് പോലെ ഇരിക്കുന്ന ഒരു അല്ലികളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അറ്റം നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരേ കളർ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ 2-3 കളേഴ്സ് മാച്ചിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അറ്റം നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് വിട്ട് പോകാതെ ഒന്നിച്ചിരുന്നോളും. അതിനുശേഷം അതിൻ്റെ നമ്മുടെ ആ ഫ്ലവർ ആദ്യം ചെയ്ത ഫ്ലവറിൻ്റെ സെൻറ്ററിൽ മൊത്തം ഒന്ന് ടൈറ്റ് ആക്കരുത്. കുറച്ച് ഒരു സെൻറ്ററിൽ ഒരു ഹോള് വേണം. അതിനകത്തൂടെ നമ്മുടെ ഈ ഒരു അല്ലി ഇൻസേർട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പാറ്റേൺ. ഇപ്പോൾ നെക്സ്റ്റ് ഫ്ലവറിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പെറ്റൽ തിരിച്ചു വെച്ച് കൊടുക്കാം. ഇതേപോലെ. അപ്പോൾ അത് വേറൊരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഫ്ലവേഴ്സ് നോക്കിയിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിഫറൻസ്. അപ്പം നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ ഞാനൊരു 3 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഒരു 9 to 10 പെറ്റൽസ് വെച്ചിട്ടെടുക്കാം നമുക്ക്. അപ്പോൾ വലിയൊരു ലെയറായിട്ട് വലിയൊരു ഫ്ലവറായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ സെൻറ്റർ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മളതിൻ്റെ മുകളിലേക്കാണ് അടുത്ത ഒരു ലെയർ വരും. അതുകൊണ്ട് കൂടുതൽ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഒരു ഷേപ്പ്, റൗണ്ട് ഷേപ്പിൽ നമ്മളൊന്ന് തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ സെൻറ്ററിൽ നമുക്ക് ഹോൾ വേണം. കാരണം ഈ ഫ്ലവേഴ്സിനെല്ലാം സെൻട്രൽ ഹോള് ആവശ്യമായിട്ട് വരും. കാരണം നമ്മുടെ ആ ഒരു അല്ലികൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് താഴേക്ക് വലിച്ചെടുക്കാനുള്ളതാണ്. അപ്പം മൊത്തം നമ്മൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്പേസ് കിട്ടത്തില്ല. അപ്പോൾ ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞു. രണ്ടാമത്തേതും മൂന്നാമത്തേതും നമുക്ക് കുറച്ച് നമ്പേഴ്സ് കുറച്ചിട്ട് കൊണ്ടുവരാം പെറ്റൽസിൻ്റെ. അപ്പോൾ ഇനി ഇതേപോലെ നമ്മൾ ഓരോ ലെയറും ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ? അപ്പോൾ 2 തരത്തിലുള്ള ഫ്ലവേഴ്സ് നമ്മളിപ്പോൾ ഉണ്ടാക്കി ഒരേ പെറ്റൽ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അടുത്ത പെറ്റൽ എന്ന് പറഞ്ഞാൽ 4x4 സെൻറ്റിമീറ്ററിലുള്ള വലിയ ഒരു റിബണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും സ്ക്വയർ പീസിൽ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഉരുക്കിയെടുക്കുക. അതിനുശേഷം ഞാനൊരു 15 എണ്ണം എങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കും ഈ പെറ്റൽസ്. ഇതേപോലെ ഒന്നിച്ച് നമുക്കിങ്ങനെ ഒന്ന് വലിച്ചു വെച്ചതിന് ശേഷം ബാക്ക് സൈഡിലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ 3 മുത്തുകൾ എടുത്തിട്ടുണ്ട്. ആ 3 മുത്തുകളും കൂടെ ഒരു കമ്പിയിൽ കോർത്ത് ഇതിൻ്റെ അകത്തൂടെ ഇതേപോലെ സെറ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് കാണിക്കുന്നത് ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെറ്റലാണ്. അപ്പോൾ നമ്മുടെ 3 ഫ്ലവേഴ്സ് ഒരേപോലെ പെറ്റൽസ് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ചെറിയ, അതായത് 0.3 അല്ലെങ്കിൽ 0.5 സെൻറ്റിമീറ്റർ മാത്രം വീതിയുള്ള ചെറിയൊരു റിബണാണിത്. അപ്പോൾ ഈ റിബൺ ഇതേപോലെ 2 സൈഡും അറ്റത്ത് ഒന്നിച്ചു വരുന്ന രീതിയിൽ തിരിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ ഒന്നും കൂടെ ഒന്ന് പോസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലവറാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ പെറ്റൽസ് എല്ലാം ഇതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം, അതായത് ജസ്റ്റ് ഒന്ന് തിരിച്ച് ഒന്നിച്ച് അതിൻ്റെ താഴ്ഭാഗം ഒന്നിച്ച് വരുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ 5 പെറ്റൽസ് ആണ് ഒരു ഫ്ലവറിന് ആവശ്യമായിട്ടുള്ളത്. അപ്പം 5 പെറ്റൽസ് ഒട്ടിച്ചതിന് ശേഷം ലാസ്റ്റിൽ ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ ഒരു അല്ലി മാത്രം അകത്തേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് പെറ്റൽ അതിൻ്റെ ആദ്യത്തെ പെറ്റലിൻ്റെ മുകളിലേക്ക് കയറ്റി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ഫ്ലവേഴ്സും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഫ്ലവർ എന്ന് വെച്ചാൽ ഇത് ഞാൻ എല്ലാ വീഡിയോസിലും, അതായത് ഹെയർ ക്ലിപ്പിൻ്റെയും റിബൺ ഫ്ലവേഴ്സൊക്കെ കാണിക്കുന്ന എല്ലാ വീഡിയോസിലും ഞാൻ ലീവ്സ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന അതേ പാറ്റേൺ ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ലീഫ് ഒന്നും കൂടെ ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സെയിം പാറ്റേൺ ആണ് ഈ വൈറ്റും.
അപ്പോൾ നേരത്തെ വീഡിയോസിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഈ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ആ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അറ്റം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ലീഫ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു ഹെയർ ബോ എടുത്ത് വെക്കുക. ഏതെങ്കിലും ഒരു ഹെയർ ബോയിൽ നമുക്ക് വേണമെങ്കിൽ ഒരു റിബൺ ഒട്ടിച്ചതിന് ശേഷം ഇതേപോലെ വെക്കാം. പിന്നെ നമുക്കൊരു ഫെൽറ്റ് ക്ലോത്ത് വേണം, അല്ലെങ്കിൽ ഒരു ഫോം ഷീറ്റോ എന്തെങ്കിലും ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള എന്തെങ്കിലും ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ ഇതേപോലെ നമ്മുടെ ഫ്ലവേഴ്സ് ഇഷ്ടമുള്ള രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഹോട്ട് ഗ്ലൂ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വിക്ക് ഗ്ലൂവോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് പേൾസ് അല്ലെങ്കിൽ ഇതേപോലെ കമ്പിയിൽ പേൾസ് ചുറ്റി തിരിച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കിട്ടും. അല്ലെ അല്ലികൾ വെച്ച് കൊടുക്കാം, പലതരത്തിലുള്ള ലീവ്സ്, ചെറിയ ഫ്ലവേഴ്സ്, അല്ലെ റോസ് ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഈ ചെറിയ റോസ് ഫ്ലവറിൻ്റെ ഇടയ്ക്ക് ചെറിയ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്, റെപ്പിറ്റേഷൻ ആവുന്നതുകൊണ്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മനോഹരമായ ഒരു പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ഏത് റിബണും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതേപോലെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും പോർഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ആ ഫെൽറ്റ് ക്ലോത്ത് എക്സ്ട്രാ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടില്ലേ, മനോഹരമായ ഒരു ഫ്ലവർ ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതേപോലത്തെ പുതുമകളുള്ള വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.